നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് 7 പേരുടെ സ്രവ പരിശോധനാ ഫലം നെഗറ്റീവെന്ന് മന്ത്രി വീണ ജോർജ്. 4 ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ 6 അംഗ ICMR സംഘം കോഴിക്കോട്ടെത്തി. പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കും. കേന്ദ്ര ബജറ്റ് നാളെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കും. ഇന്ത്യയുടെ പൈതൃകം ചരിത്രം മാത്രമല്ല ശാസ്ത്രം കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ അർജുനുവേണ്ടി 7ാം ദിവസമായി ഇന്നും തെരച്ചിൽ തുടരും. മൂന്നാർ ചിന്നക്കനാലിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു. വാർത്തകൾ വിശദമായി. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ട് പുറത്തുവന്ന 7 പേരുടെ സ്രവ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. നിപ ബാധിച്ച് മരിച്ച 14-കാരന്റെ കൂട്ടുകാരായ 6 പേരുടെയും 68-കാരനായ മറ്റൊരു വ്യക്തിയുടെയും സ്രവ പരിശോധനാ ഫലമാണ് പുറത്തുവന്നത്. നിപ അവലോകന യോഗത്തിന് ശേഷം മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂട്ടുകാരായ 6 പേരും കുട്ടിയുമായി നേരിട്ട് സമ്പർക്കം ഉള്ളവരായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. 68-കാരനായ വ്യക്തിക്ക് നേരിട്ട് സമ്പർക്കമില്ലെങ്കിലും പനി ബാധിച്ച സാഹചര്യത്തിൽ സാമ്പിൾ പരിശോധിക്കുകയായിരുന്നു. ഓരോരുത്തരുടെയും 3 സാമ്പിൾ വീതമാണ് പരിശോധനയ്ക്ക് അയച്ചിരുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. സമ്പർക്ക പട്ടികയിൽ നിലവിൽ 330 പേരുണ്ടെന്നും ഇതിൽ 68 പേർ ആരോഗ്യ പ്രവർത്തകരാണെന്നും മന്ത്രി അറിയിച്ചു. 101 പേരാണ് ഹൈറിസ്ക് കാറ്റഗറിയിൽ. 7 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 6 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമാണ് ചികിത്സയിലുള്ളത്. മരണപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിലെ ആർക്കും രോഗലക്ഷണങ്ങൾ ഇല്ലെന്നും മന്ത്രി പറഞ്ഞു. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ പേരുടെയും സ്രവം പരിശോധിച്ച് രോഗമില്ലെന്ന് ഉറപ്പാക്കും. സമ്പർക്ക പട്ടികയിൽ നിന്നും ആരും വിട്ടുപോയിട്ടില്ലെന്ന കാര്യം വീണ്ടും പരിശോധിച്ച് ഉറപ്പാക്കും. രോഗം ബാധിച്ച് മരണപ്പെട്ട കുട്ടിയുടെ കൂടുതൽ വിവരങ്ങൾ അടങ്ങിയതും കൂടുതൽ വ്യക്തതയുള്ളതുമായ റൂട്ട് മാപ്പ് പുറത്തിറക്കും. ഈ റൂട്ട് മാപ്പ് പരിശോധിച്ച ശേഷം സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർ കൺട്രോൾ റൂമിൽ ബന്ധപ്പെടണമെന്നും മന്ത്രി അറിയിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നടത്തിയ സർവേയിൽ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ 307 വീടുകളിൽ 18 പനിക്കേസുകളും ആനക്കയത്ത് 310 വീടുകളിൽ 10 പനിക്കേസുകളും റിപ്പോർട്ട് ചെയ്തു. ഇവരാരും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. നിപ ബാധിച്ച് ഇന്നലെ മരിച്ച 14 വയസ്സുകാരന്റെ മൃതദേഹം കബറടക്കി. ആരോഗ്യവകുപ്പിന്റെ പ്രോട്ടോകോൾ പാലിച്ച് വൈകിട്ട് 7:30 ഓടമ്പറ്റ പഴയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് മറവ് ചെയ്തത്. നിപ വൈറസ് രോഗബാധയെ തുടർന്ന് മലപ്പുറം സ്വദേശിയായ 14-കാരൻ മരിച്ച സാഹചര്യത്തിൽ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR സംഘം ഇന്നലെ രാത്രി വിമാനമാർഗ്ഗം കോഴിക്കോട്ടെത്തി. 4 ശാസ്ത്രജ്ഞരും 2 ടെക്നിക്കൽ വിദഗ്ധരുമാണ് സംഘത്തിൽ. നിപ വൈറസ് രോഗം തടയാൻ അടിയന്തര പൊതുജനാരോഗ്യ നടപടികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് നിർദ്ദേശം നൽകിയിരുന്നു. നിപ വൈറസ് രോഗത്തിന്റെ പരിശോധനയ്ക്കും രോഗവ്യാപന സാധ്യത തിരിച്ചറിയുന്നതിനും സാങ്കേതിക സഹായം നൽകുന്നതിനും സംസ്ഥാനത്തിന് പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ദേശീയ ഏക ആരോഗ്യ ദൌത്യത്തിൽ നിന്നും പകർച്ചവ്യാധി പ്രതിരോധത്തിനായി സംയുക്ത സംഘത്തെ വിന്യസിക്കും. സംസ്ഥാനത്തിന്റെ അഭ്യർത്ഥന പ്രകാരം രോഗികളുടെ പരിപാലനത്തിനായി മോണോക്ലോണൽ ആന്റിബോഡികൾ ICMR എത്തിച്ചിട്ടുണ്ട്. അതിനിടെ നിപ വൈറസ് ബാധ സംശയിക്കുന്നവരുടെ സ്രവ പരിശോധന കൂടുതൽ എളുപ്പമാക്കുന്നതിന് മൊബൈൽ BSL-3 ലബോറട്ടറി ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കും. അതിനിടെ നിപ പ്രതിരോധത്തിൽ പ്രത്യേക പരിശീലനം ലഭിച്ച 4-അംഗ ടീമിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിയോഗിക്കും. നിപ ബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മെഡിക്കൽ കോളേജിലെ ചികിത്സാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണിത്. മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തതെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. അയൽ ജില്ലയായ മലപ്പുറത്ത് നിപ മരണം നടന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിൽ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ദുരന്ത നിവാരണ അതോറിറ്റി സുരക്ഷാ മുൻകരുതലുകൾ വിലയിരുത്തി. മലപ്പുറം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ബോധവൽക്കരണവും ജാഗ്രതാ നിർദ്ദേശവും നൽകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ അറിയിച്ചു. സ്വകാര്യ ആശുപത്രി അധികൃതരുടെ യോഗം അടുത്ത ദിവസം തന്നെ DMOയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. ഇന്ന് +1 അലോട്ട്മെന്റ് നടക്കുന്ന സാഹചര്യത്തിൽ പാണ്ടിക്കാട് ആനയക്കയം ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി മലപ്പുറം ജില്ലാ കലക്ടർ VR വിനോദ് ഉത്തരവിട്ടു. ഈ പഞ്ചായത്തുകളിലെ സ്കൂളുകളിൽ അഡ്മിഷനായി വരുന്ന വിദ്യാർത്ഥികളും ജില്ലയിലെ മറ്റ് സ്കൂളുകളിലേക്ക് അഡ്മിഷനായി പോകുന്ന ഈ പഞ്ചായത്തുകളിലെ വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കലക്ടർ പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലും നിയന്ത്രണം ഏർപ്പെടുത്തി. മാസ്കും സാനിറ്റൈസറും നിർബന്ധമാക്കി. കണ്ടെയ്ൻമെന്റ് മേഖലയിൽ നിന്ന് വരുന്നവർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തി. പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കും. കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളെക്കുറിച്ച് സ്ഥിതിവിവര കണക്കുകളും വിശകലനങ്ങളും നൽകുന്ന 2023-24 സാമ്പത്തിക സർവേ ധനമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിക്കും. മൂന്നാം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റാണ് നാളെ അവതരിപ്പിക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കശ്മീരിന്റെ ബജറ്റും അവതരിപ്പിക്കും. ഈ സമ്മേളനത്തിൽ 6 പുതിയ ബില്ലുകൾ ഗവൺമെന്റ് അവതരിപ്പിച്ചേക്കും. ദുരന്ത നിവാരണ ഭേദഗതി ബിൽ, ബോയിലേഴ്സ് ബിൽ, ഭാരതീയ വായുയാൻ വിധേയക്, കാപ്പി പ്രൊമോഷൻ ആന്റ് ഡെവലപ്മെന്റ് ബിൽ, റബ്ബർ പ്രൊമോഷൻ ആന്റ് ഡെവലപ്മെന്റ് ബിൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അടുത്ത മാസം 12-ന് സമാപിക്കുന്ന സമ്മേളനത്തിൽ 16 ദിവസം സഭ സമ്മേളിക്കും. ഇന്ത്യയുടെ പൈതൃകം ചരിത്രം മാത്രമല്ല ശാസ്ത്രം കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ലോക പൈതൃക സമിതിയുടെ 46ാമത് സെഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ആഗോള സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രാദേശിക സമൂഹങ്ങളെ പൈതൃക സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുന്നതിനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് മോദി പറഞ്ഞു. 350-ലധികം പുരാതന പൈതൃക കേന്ദ്രങ്ങൾ ഗവൺമെന്റ് തിരികെ കൊണ്ടുവന്നതായി പ്രധാനമന്ത്രി അറിയിച്ചു. ഈ മാസം 31-ന് അവസാനിക്കുന്ന ലോക പൈതൃക സമിതി യോഗത്തിന് ഇന്ത്യ ആദ്യമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടി രാവിലെ തെരച്ചിൽ പുനരാരംഭിക്കും. റഡാർ പരിശോധനയിൽ അർജുന്റെ ലോറിയുടേതെന്ന് സംശയിച്ച സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണ് നീക്കം ചെയ്തെങ്കിലും ലോറി കണ്ടെത്താനായില്ല. ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ഇന്ന് പരിശോധന നടത്തിയേക്കും. പരിശോധന പുഴയിലേക്കും വ്യാപിപ്പിക്കും. പുഴയിലെ പരിശോധന അതിസങ്കീർണമാണെന്ന് കർണാടക മന്ത്രി കൃഷ്ണബൈരഗൌഡ പറഞ്ഞു. അർജുന്റെ രക്ഷാപ്രവർത്തനത്തിന് അടിയന്തര ഇടപെടൽ വേണമെന്ന സുപ്രീംകോടതിയുടെ ഹർജി ഇന്ന് പരിഗണിച്ചേക്കും. മൂന്നാർ ചിന്നക്കനാലിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു. ചിന്നക്കനാൽ ടാങ്കുകുടി സ്വദേശി കണ്ണനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 5:30 ചിന്നക്കനാൽ വണ്ണാത്തിപ്പാറയിൽ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്തുന്നതിനിടയിലാണ് കണ്ണൻ ആനക്കൂട്ടത്തിന്റെ ഇടയിൽപ്പെട്ടത്. 9 പിടിയാനകൾ അടങ്ങുന്ന ആനക്കൂട്ടമാണ് കണ്ണനെ ആക്രമിച്ചത്. രാവിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ പ്രദേശത്തെ ആദിവാസി കുടിലുകളിൽ നിന്നും മറ്റുമായി 50ഓളം ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി എത്തി ആനക്കൂട്ടത്തെ തുരത്താൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കണ്ണൻ കാട്ടാനക്കൂട്ടത്തിന് നടുവിൽപ്പെട്ടത്. മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്ത് തോണി മറിഞ്ഞ് 2 യുവാക്കൾ മരിച്ചു. കല്ലൂർമ സ്വദേശി ആഷിഖ്, ചിയാനൂർ സ്വദേശി സച്ചിൻ എന്നിവരാണ് മരിച്ചത്. ഫാബ്രിക്കേഷൻ ജോലിക്കിടെ കഴക്കൂട്ടത്ത് യുവാവ് ഷോക്കേറ്റ് മരിച്ചു. നെടുമങ്ങാട് അയ്യപ്പൻകുഴി സ്വദേശി ലാൽകൃഷ്ണനാണ് മരിച്ചത്. തിരുവനന്തപുരം നഗരസഭയുടെ ഷീ ലോഡ്ജിന്റെ ഫാബ്രിക്കേഷൻ ജോലിക്കിടെ ഡ്രില്ലിംഗ് മെഷീനിൽ നിന്നാണ് ഷോക്കേറ്റത്. കോട്ടയം കോടിമതയിൽ നിന്നും കഴിഞ്ഞ ദിവസം കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. തടത്തുംകുഴിയിൽ രവീന്ദ്രന്റെ മൃതദേഹമാണ് കാഞ്ഞിരത്ത് മീനച്ചിലാറ്റിൽ കണ്ടെത്തിയത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വിവരം നൽകാൻ 50 ദിവസം വൈകിപ്പിച്ച ഉദ്യോഗസ്ഥന് 12,500 രൂപ പിഴ ചുമത്തി. വടകര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ പബ്ലിക് ഓഫീസർ ആരിഫ് അഹമ്മദിനാണ് അപേക്ഷകന് വിവരം നൽകാൻ കമ്മീഷൻ പറഞ്ഞിട്ടും അലംഭാവം കാട്ടിയതിന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ ഹക്കീം പിഴ ചുമത്തിയത്. കോഴിക്കോട് ജില്ലയിലെ ഒരു സ്കൂളിൽ അധ്യാപികയ്ക്ക് സ്ഥിര നിയമനം നൽകുന്ന വിഷയത്തിലെ രേഖാ പകർപ്പുകളാണ് ഓഫീസർ മറച്ചുവെച്ചത്. കമ്മീഷന്റെ ഉത്തരവിന് ശേഷവും വിവരം നൽകാൻ വൈകിപ്പിച്ച ഓരോ ദിവസത്തിനും 250 രൂപ ക്രമത്തിൽ 50 ദിവസത്തേക്ക് 12,500 രൂപ പിഴ ചുമത്തുകയായിരുന്നു. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞു. എന്നാൽ വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ തുടരും. വ്യാഴാഴ്ച വരെ സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ശക്തമായ മഴ സാധ്യത പരിഗണിച്ച് കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. ചുഴലിക്കാറ്റ് മൂലം നാശനഷ്ടങ്ങളുണ്ടായ കണ്ണൂർ പിണറായി പഞ്ചായത്തിലും കോറിയിടിഞ്ഞ് നാശനഷ്ടങ്ങളുണ്ടായ വട്ടിപ്പുറത്തും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സന്ദർശനം നടത്തി. പിണറായി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ചുഴലിക്കാറ്റ് മൂലം നിരവധി വീടുകളും തെങ്ങുകളും കടപുഴകി വീണ് നാശനഷ്ടം ഉണ്ടായിരുന്നു. കോരയിടിഞ്ഞ് വട്ടിപ്പുറം ഭാഗത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറുകയും വീടുകൾക്ക് കേടുപാട് സംഭവിക്കുകയും ചെയ്തു. 2 പ്രദേശത്തെയും ദുരിതബാധിതരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോഴിക്കോട് ചെക്യാട് പഞ്ചായത്തിൽ ഇന്നലെ വീശിയടിച്ച കാറ്റിൽ വ്യാപക നഷ്ടം. 20ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. മരം വീണ് പലയിടത്തും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. കൃഷിനാശവുമുണ്ടായി. വയനാട് ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമായതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി. നിലവിൽ ജില്ലയിലെ 19 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 340 കുടുംബങ്ങളിലെ 1198 പേരാണ് കഴിയുന്നത്. പൊന്നാനി, താനൂർ എന്നിവിടങ്ങളിൽ നിന്നും 2 വള്ളങ്ങളിലായി മത്സ്യബന്ധനത്തിന് പോയി യന്ത്രം തകരാറിലായി കടലിൽ കുടുങ്ങിയ 85 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി. പൊന്നാനി അഴിമുഖത്തിന് വടക്ക് ഭാഗത്ത് കടലിലകപ്പെട്ട മൈദീൻ എന്ന ഇൻബോർഡ് വള്ളത്തിലെ 40 മത്സ്യത്തൊഴിലാളികളെയും താനൂർ ഹാർബറിന് പടിഞ്ഞാറ് കടലിലകപ്പെട്ട 45 മത്സ്യത്തൊഴിലാളികളെയുമാണ് രക്ഷപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും.
നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് 7 പേരുടെ സ്രവ പരിശോധനാ ഫലം നെഗറ്റീവെന്ന് മന്ത്രി വീണ ജോർജ്. 4 ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ 6 അംഗ ICMR സംഘം കോഴിക്കോട്ടെത്തി. പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കും. കേന്ദ്ര ബജറ്റ് നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. ഇന്ത്യയുടെ പൈതൃകം ചരിത്രം മാത്രമല്ല ശാസ്ത്രം കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ അർജുന് വേണ്ടി 7ാം ദിവസമായി ഇന്നും തെരച്ചിൽ തുടരും. മൂന്നാർ ചിന്നക്കനാലിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു.